Hi viewers, welcome back to another video of Tinsi's Academy. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റീഡിംഗ് പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ ടൈം ഫ്രെയിമിനുള്ളിൽ എങ്ങനെ നമുക്ക് ആൻസറിനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് റീഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് റെഫറൻസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു. What does Dr. House emphasize is crucial regarding type 1 diabetes in paragraph 1? അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഒപ്പീനിയൻ ആണ് അല്ലെ. ആരുടെ ആയിരുന്നു? ഡോക്ടർ ഹൗസിന്റെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൗസ് പറഞ്ഞിരിക്കുന്നത് സംതിങ് ഇസ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആ പാരാഗ്രാഫിൽ സംതിങ് ഒരു ക്രൂഷ്യൽ ആണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ട്രെസ് കൊടുത്തിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, റിഗാർഡിംഗ് ടൈപ്പ് 1 ഡയബറ്റിസ് അല്ലെ. സോ ടൈപ്പ് 1 ഡയബറ്റിസിനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം അവിടെ റെഫറൻസ് അല്ലെങ്കിൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അദ്ദേഹം എവിടെയാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേഷൻ എടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാരാഗ്രാഫിൽ എവിടെ അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ടൈപ്പ് 1 ഡയബറ്റിസിനെ കുറിച്ച് എവിടെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പം നമ്മൾ കൃത്യമായിട്ട് പാരഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡോക്ടർ സു ഹൗക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും എപ്പോഴും നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ അഭിപ്രായം എടുക്കാൻ തന്നാൽ നമുക്കൊരു ലൈനോ അല്ലെങ്കിൽ 2 ലൈനോ കൂടുതലായിട്ടും അവരുടെ എന്ത് തന്നിട്ടുണ്ടാവും, ഡെസിഗ്നേഷൻ, എവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇത് ആവശ്യമില്ലാത്തതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താ, സ്റ്റേറ്റ്മെന്റ്, അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്തെടുക്കുക. കാരണം എന്താ, നമുക്ക് എപ്പോഴും ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ ആൻസർ വരണം അല്ലെ. അപ്പം നമുക്കതൊന്നും വായിച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണോ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ നോക്കി. സോ നമുക്ക് കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എവിടം വരെയാണെന്നുള്ളത്, സോ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് വരെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഇനി നമ്മൾ ആ വാക്കിന്റെ മീനിങ് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് എലിമിനേഷനിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ മീനിങ് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം ഏത് തരത്തിലാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ഡോക്ടേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് നീഡ് ടു ഹാവ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. സോ ഡോക്ടേഴ്സിനും റിസർച്ചേഴ്സിനും കുറച്ചും കൂടെ നന്നായിട്ട് അവർ മനസ്സിലാക്കണം ഓഫ് ഹൗ ടൈപ്പ് 1 ഡയബറ്റിസ് അഫക്ട് ദ ബ്രെയിൻ. എങ്ങനെയാണ് ടൈപ്പ് 1 ഡയബറ്റിസ് ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം എങ്ങനെ ബാധിക്കുന്നു അല്ലെ, ടൈപ്പ് 1 ഡയബറ്റിസ് വന്നാൽ ബ്രെയിനിനുണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അഫക്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് സെന്റൻസിലേക്ക് നമുക്ക് വന്നപ്പോൾ ഇൻഡിവിജ്വൽസ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റിസ്. സോ ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള ആളുകളിൽ അറ്റ് ഇൻക്രീസ് റിസ്ക് ഫോർ കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. സോ എന്തായിരുന്നു, അവർക്ക് കൂടുതലായിട്ട് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്, കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ള ആളുകളിൽ. അതിനോടൊപ്പം തന്നെ ഒരു ഐഡിയയും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് കോഗ്നിറ്റീവ് വേരിയബിലിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഫോർ ലോങ് ടേം ബ്രെയിൻ ഹെൽത്ത്. സോ ലോങ് ടേം ബ്രെയിൻ ഹെൽത്ത് നമുക്ക് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് അദ്ദേഹം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കംസ് ടു ദ നെക്സ്റ്റ് സെന്റൻസിലേക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഗ്ലൂക്കോസ് ഇമ്പാക്ട് കോഗ്നിറ്റീവ് വാരിയബിലിറ്റി ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്തിനെ, കോഗ്നിറ്റീവ് വാരിയബിലിറ്റിയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഇമ്പാക്ട് കോഗ്നിറ്റീവ് വാരിയബിലിറ്റിയിലുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന സാഹചര്യങ്ങളിൽ. ആ റിസ്ക് ഫാക്ടേഴ്സ് വരുന്ന കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് അതിനൊരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മേ സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടൂൾ. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്കൊരു പുതിയൊരു ടൂള് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ടു ഇവാലുവേറ്റ് ആൻഡ് മോണിറ്റർ ബ്രെയിൻ ഹെൽത്ത് ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ്. സോ ടൈപ്പ് 1 ഡയബറ്റിസ് ഉള്ളവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്തെന്നുള്ളത്, ബ്രെയിൻ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഓരോ ഓപ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് എ ഓപ്ഷൻ നമ്മൾ വരുമ്പോൾ റെഗുലർ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഇൻ ദ പേഷ്യൻസ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് എന്തായിരുന്നു, റെഗുലർ ആയിട്ട് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, എങ്ങനെയാണ് ഹൗ ഗ്ലൂക്കോസ് ഇമ്പാക്ട് കോഗ്നിറ്റീവ് വാരിയബിലിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഗ്ലൂക്കോസിന്റെ ഇമ്പാക്ട് കോഗ്നിറ്റീവ് വാരിയബിലിറ്റിയിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ റെഗുലർ ആയിട്ട് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല.
മൂവിങ് ടു ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ മെയിൻറ്റെയിനിങ് സ്റ്റേബിൾ ഗ്ലൂക്കോസ് ലെവൽ. സോ നമ്മൾ റെഗുലർ ഗ്ലൂക്കോസ് ഉണ്ട്, മറ്റൊന്ന് എന്തായിരുന്നു, ഗ്ലൂക്കോസ് ലെവൽ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്, കോഗ്നിറ്റീവ് ഡിക്ലൈനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ നമുക്ക് കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേബിൾ ആയിട്ട് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം നമ്മളോട് നമ്മളുടെ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമുക്ക് തന്നിട്ടില്ല. മൂവിങ് ടു തേർഡിലേക്ക് നമുക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പാക്ട് ഓഫ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഓൺ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. സോ ബ്രെയിനകത്തും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷനകത്തും ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എത്രത്തോളം ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളോട് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് സെന്റൻസിൽ അദ്ദേഹം തന്നിട്ടുണ്ട്, ഹൗ ടൈപ്പ് 1 ഡയബറ്റിസ് അഫക്ട് ദ ബ്രെയിൻ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലൈനിലും നമുക്ക് അതിന്റെ നെക്സ്റ്റ് ലൈനിലും അദ്ദേഹം വീണ്ടും എടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഇമ്പാക്ട് ചെയ്യുന്നത് കോഗ്നിറ്റീവ് വാരിയബിലിറ്റി, ദാറ്റ് ഇസ് വൺ ഓഫ് ദി കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ് അല്ലെ. സോ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ രണ്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് 1 ഡയബറ്റിസ് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ബ്രെയിൻ ഹെൽത്തിലും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്നുള്ള കാര്യം രണ്ട് പോയിന്റും നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ മൂവിങ് ടു ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ അഡോപ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ടു മാനേജ് ടൈപ്പ് 1 ഡയബറ്റിസ് എഫക്റ്റീവ്ലി. സോ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യാനായിട്ട്, ടൈപ്പ് 1 ഡയബറ്റിസ് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഒന്നും തന്നിട്ടില്ല. സോ നമുക്കിവിടെ കോസ് നമ്മളോട് പറഞ്ഞിട്ടില്ല, മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് എന്തായിരുന്നു, ടൈപ്പ് 1 ഡയബറ്റിസ് വന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച്, അതായത് എഫക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പാക്ട് ഓഫ് ടൈപ്പ് 1 ഡയബറ്റിസ് ഓൺ ബ്രെയിൻ ഹെൽത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒന്ന് നമുക്കിവിടെ ആരുടെ അഭിപ്രായമാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പാരഗ്രാഫിൽ നമ്മൾ പിൻ പോയിന്റ് ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തെ മാത്രം കൃത്യമായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക, ഈസ് ഇറ്റ് റിലേറ്റഡ് ടു, അദ്ദേഹം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ കോസ് ആണോ, സയൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് റിലേറ്റ് ചെയ്താണോ, അല്ലെങ്കിൽ എഫക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്താണോ അദ്ദേഹം പറയുന്നത്, അതോ മാനേജ്മെന്റ് ആണോ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി. Tensees Academy, an institute for your future.